ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് പുനരാരംഭിക്കും. യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത്. വോട്ടർ പട്ടിക വിവാദങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാർ സന്ദർശിക്കും. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സജു, ഇന്നത്തെ യാത്ര ആരംഭിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ പ്രധാനമന്ത്രി നാളെ ബീഹാറിലേക്ക് എത്തുകയാണല്ലോ. അനീഷ, തീർച്ചയായിട്ടും എന്തായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തായാലും പ്രതിപക്ഷത്തെ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെയും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാജ്യവ്യാപകമായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ബീഹാറിലെ വോട്ടർ അധികാര യാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു ദിവസം യാത്രയ്ക്ക് അവധിയായത് പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ എംപിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ച ആയതുകൊണ്ടാണ് ഇന്നലെ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നിപ്പോൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. ചന്ദൻബാഗിലാണ് ഇന്നിപ്പോൾ യാത്ര ആരംഭിക്കുന്നത്. രാഹുൽ ഗാന്ധി പക്ഷേ ഇന്നത്തെ ഈ നോമിനേഷൻ പ്രക്രിയയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തതിന് ശേഷം രാഹുൽ ഗാന്ധി ഉച്ച കഴിഞ്ഞായിരിക്കും യാത്രയുടെ ഭാഗമാവുക. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഡൽഹിയിലുണ്ട്. എന്തായാലും യാത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്ര വലിയ വിജയമാണെന്നാണ് AICCയുടെ വിലയിരുത്തലും. സ്വാഭാവികമായിട്ടും വോട്ടർ അധികാര യാത്ര അതിപ്പോൾ ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ്. ബീഹാറിലെ ഗ്രാമങ്ങൾ തോറും ഗ്രാമാന്തരങ്ങളിലൂടെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവ് നടത്തുന്ന യാത്രയ്ക്ക് വലിയ ജനപിന്തുണയേറുന്ന സാഹചര്യത്തിൽ BJP സർക്കാരിനെതിരെ പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെതിരെയുള്ള ജനവികാരവും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വോട്ടെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഒക്ടോബർ അവസാനത്തോ അല്ലെങ്കിൽ നവംബർ ആദ്യവാരവുമായിരിക്കും ബീഹാറിലെ വോട്ടെടുപ്പ്. അതിന് മുന്നോടിയായിട്ട് 65 ലക്ഷം പേരെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തിറക്കിയ നടപടിയിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സമാനമായി തന്നെ വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിഷേധം ഉയരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും വോട്ടർ അധികാര യാത്രയ്ക്ക് ജനപിന്തുണയേറുന്ന സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലൂടെയും ഇത്തരത്തിൽ സമാനമായിട്ട് ഇന്ത്യ സഖ്യ നേതൃത്വത്തിൽ ചില സമ്മേളനങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഉടൻ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ജനപിന്തുണയേറുന്ന പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ പിന്തുണയാണ് ഈ ആരോപണങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വോട്ടർ അധികാർ യാത്ര ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. അതിന് ജനങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന BJP സർക്കാരുകൾക്കെതിരെയുള്ള മറുപടിയായിട്ടുമാണ് നിങ്ങൾ വോട്ട് ചെയ്യാനെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. അതെന്തായാലും വലിയ വിജയമെന്നാണ് ഇപ്പോൾ ഉള്ള വിലയിരുത്തൽ.